ടു സൂപ്പർ നോട്ട്സ്. ഈ കഴിഞ്ഞ CPO WCPO എക്സാംസ് ഒക്കെ കുറേ പേർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു യൂണിഫോം ജോബ് എന്ത് എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. ഇങ്ങനെ ഒരു യൂണിഫോം ജോബ് സ്വപ്നം കണ്ടവർക്കാണെങ്കിൽ ഇതങ്ങ് വിട്ടുകളയാൻ പറ്റത്തുമില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ആൻഡ് റെസ്പോൺസിബിൾ പോസ്റ്റുകളിൽ ഒന്നാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോറസ്റ്റ് ബീറ്റിൽ അവിടെ നിങ്ങൾ എന്താ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, സർവൈലൻസ്, പെട്രോളിംഗ്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇതിന്റെ ജോബ് റോൾ എന്ന് പറയുന്നത്. വെറും 12th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം. മാത്രമല്ല 19 മുതൽ 30 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. SC/ST ആണെങ്കിൽ 39 വരെ ഇതിന്റെ പ്രായപരിധി പോവാം. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സർഫസ് ലെവൽ എന്താ പറയാ ഇൻഫർമേഷൻ എന്ന് പറയാം. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സാമിനേഷൻ, ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്, ട്രെയിനിങ്, പ്രൊബേഷൻ, സാലറി, ഇതുപോലുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ 100 മാർക്സിനാണ് നമ്മുടെ ഈ എക്സാമിനേഷൻ വരിക. അതും 1 hour 15 minutes ആണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ GK, കറണ്ട് അഫയർസ്, മാത്സ് ആൻഡ് റീസണിങ്, മലയാളം, ഇംഗ്ലീഷ്, സ്പെഷ്യൽ ടോപ്പിക്, ഇതൊക്കെയാണ് ഇതിന്റെ സിലബസിനകത്ത് വരിക. GK 40 മാർക്സ്, കറണ്ട് അഫയർസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലുള്ള സബ്ജക്ട്സുകളൊക്കെ 10 മാർക്സും ആൻഡ് സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെയാ 20 മാർക്സിനുമാണ് വരിക. മറ്റൊരു കാര്യം കൂടെ ഓർക്കുക, 0.33 എന്നുള്ള നെഗറ്റീവ് മാർക്കും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എക്സാമിനേഷന്റെ സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എക്സാമിനേഷന് ശേഷം അടുത്തത് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് അല്ലെ. അപ്പോൾ ഫിസിക്കലിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഹൈറ്റിന്റെ കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരാറുണ്ട്. എങ്ങനെയാണ് മെയിലിനും ഫീമെയിലിനും ഹൈറ്റ് ഡിഫറൻസ് വരിക, അതേസമയം OBC അല്ലെങ്കിൽ SC/ST ആവുകയാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ഹൈറ്റ് എന്നുള്ളത്. ശ്രദ്ധിച്ചു കേട്ടോ, മെയിൽസിലാണെങ്കിൽ 168ഉം ഫീമെയിൽസിന് 157ഉമാണ് ഹൈറ്റ് വരേണ്ടത്. അതേസമയം SC/ST നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് 160ഉം സ്ത്രീകൾക്ക് 150. ഇനി ഇതിനകത്ത് സ്പോർട്സ് ഉണ്ട്. ഈ സ്പോർട്സില് മെയിൽസിന് 8ൽ 5 ക്വാളിഫൈഡ് ആയിരിക്കണം, സ്ത്രീകൾക്കാണെങ്കിൽ 9ൽ 5 ക്വാളിഫൈഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ പാസ്സാവുള്ളൂ. ഇനി നിങ്ങളുടെ ട്രെയിനിങ് ആൻഡ് പ്രൊബേഷന്റെ കാര്യമാണ്. ട്രെയിനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 വർഷമാണ് ട്രെയിനിങ് വരിക അറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് സ്കൂൾ. ഇനി 2 വർഷമാണ് ഇതിന്റെ പ്രൊബേഷൻ പീരീഡ് വരുന്നത്. അതിനുശേഷമായിരിക്കും ഒരു ഫിക്സഡ് ജോബ് റോളിലോട്ട് നിങ്ങൾ പോകുന്നത്. ട്രെയിനിങ് കഴിഞ്ഞു, പ്രൊബേഷൻ കഴിഞ്ഞു, ഇനി നമ്മൾ എന്താ ഫിക്സഡ് ജോബ് റോളിലോട്ട് പോവാണ്. അവിടെ നിങ്ങൾക്ക് വീണ്ടും എന്തായിരിക്കും എന്റെ സാലറി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ബിഗിനിങ് സാലറി എന്ന് പറയുന്നത് തന്നെ 27,900 ഒക്കെയാണ് ബിഗിനിങ് സാലറി. അതിന്റെ കൂടെ തന്നെ എന്താ അലവൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ 30K അറൗണ്ട് ഒക്കെ നമുക്കൊരു മാസം സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് പ്രൊബേഷന് ശേഷം BSc ബോട്ടണി ഒക്കെയാണ് നിങ്ങൾ ഡിഗ്രിയിൽ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് കോട്ടയിൽ എന്താ എക്സാം എഴുതി RFO ആയിട്ട് വരെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി BFOയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇനിയും എന്തെങ്കിലും അറിയാനുണ്ട്, സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മാത്രവുമല്ല താഴെ ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എൻക്വയറീസ്, നിങ്ങളുടെ ബാച്ചിനെ കുറിച്ചുള്ള എൻക്വയറീസ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഫിൽ ചെയ്യാവുന്നതാണ്. അതുമല്ല നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണം, ഞങ്ങളുടെ കാന്താരം ബാച്ച്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടി മാത്രമായിട്ടുള്ള കാന്താരം ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം 8281223366 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനും സാധിക്കും.